പീറ്റർ ഡിംഗ്ലേജ് പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയം. ഒരിക്കൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇരുമ്പിനെ സ്വന്തം തുരുമ്പിനു മാത്രമേ നശിപ്പിക്കാനാകൂ. ഇരുമ്പിനെ സ്വന്തം തുരുമ്പിനു മാത്രമേ നശിപ്പിക്കാനാകൂ. അതുപോലെ ഒരാളെ നശിപ്പിക്കാൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാവുന്ന അയാളുടെ മാനസികാവസ്ഥയ്ക്ക് മാത്രമേ സാധിക്കൂ. എങ്ങനെയാണോ തുരുമ്പ് ഇരുമ്പിനെ നശിപ്പിക്കുന്നത്, അതുപോലെയാണ് മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്ന മാനസികാവസ്ഥ നിങ്ങളെ നശിപ്പിക്കുക. ജീവിതം അതുകൊണ്ട് തന്നെയാണ് പീറ്റർ ഡിംഗ്ലേജ് അമ്മയുടെ വാക്കുകളുടെ ആഴം ലോകത്തെ ബോധ്യപ്പെടുത്തിയത്. അപൂർവ രോഗവുമായാണ് പീറ്റർ ഭൂമിയിലേക്ക് പിറന്നു വീണത്. സാധാരണ വലിപ്പമുള്ള കഴുത്തും തലയുമൊക്കെ ആണെങ്കിലും കൈകാലുകൾക്കും ഉടലിനും വലിപ്പം വയ്ക്കാത്ത രോഗാവസ്ഥ. എല്ലാവരും പരിഹസിച്ചു. അങ്ങനെ ഒറ്റപ്പെടൽ ഒഴിവാക്കാനാണ് അഭിനയത്തിലേക്ക് പീറ്റർ തിരിഞ്ഞത്. ആദ്യം നാടകങ്ങളിൽ, പിന്നെ അദ്ദേഹം സിനിമകളിലേക്ക് ഒരു കൈ നോക്കി. നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പ്. അതിനുശേഷമാണ് ആഗ്രഹിച്ച ചെറുവേഷങ്ങൾ പീറ്ററിന് ലഭിച്ചു തുടങ്ങിയത്. പക്ഷേ തലവര മാറ്റിയത് ഗെയിം ഓഫ് ത്രോൺസ് തന്നെയാണ്. ഗെയിം ഓഫ് ത്രോൺസിലെ അഭിനയത്തിന് 4 തവണ മികച്ച സഹനടനുള്ള എമ്മി അവാർഡുകൾ ലഭിച്ചു. ഒരു ഗോൾഡൻ ഗ്ലോബും നേടി. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി പോലുള്ള ലോകോത്തര സിനിമകളുടെ ഭാഗമായി പീറ്റർ ഡിംഗ്ലേജിനെ പ്രചോദിപ്പിച്ച അമ്മയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇരുമ്പിനെ സ്വന്തം തുരുമ്പിനു മാത്രമേ നശിപ്പിക്കാനാകൂ. അതുപോലെ ഒരാളെ നശിപ്പിക്കാൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന അയാളുടെ മാനസികാവസ്ഥയ്ക്ക് മാത്രമേ സാധിക്കൂ. പീറ്റർ ഡിംഗ്ലേജ് എപ്പോഴെങ്കിലും പീറ്ററോ പീറ്ററുടെ അമ്മയോ പീറ്ററെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തിരുന്നുവെങ്കിൽ പീറ്റർ തകർന്നു പോകുമായിരുന്നു. ജീവിതവും അങ്ങനെ തന്നെയാണ്. നിങ്ങളിൽ വലിയ മുത്തുകളുണ്ട്. ആ മുത്തുകൾ ആഴത്തിൽ കണ്ടെത്താൻ നിങ്ങൾക്കേ കഴിയൂ. നിങ്ങൾ ഒരു ഇരുമ്പ് പോലെ, കാരിരുമ്പ് പോലെ കരുത്തുള്ള മനുഷ്യരാണ്. നിങ്ങളെ നശിപ്പിക്കാൻ തുരുമ്പിനു മാത്രമേ സാധിക്കൂ.